ഹലോ ഗൈസ്, നമ്മളെ ചുറ്റുപാടൊക്കെ എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ ഒരു വലിയ തോടുണ്ട്, ആ തോടാണ് ഈ കാണുന്നത്. തോട്ടിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോഡിൽ വെള്ളം പൊന്തും, യാത്രകളൊക്കെ ബുദ്ധിമുട്ടാവും. മഴയുടെ ഒരു ഗ്യാപ്പ്, മഴ ഒന്ന് തോരുന്ന സമയത്ത് വെള്ളം നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരികയും ചെയ്യും. ഇല്ല എങ്കിൽ മഴ തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളം തോട് നിറഞ്ഞിട്ട് പിന്നെ റോഡിലേക്ക് വെള്ളമാവുന്നൊരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇതാ വയലും റോഡും ഒരേ നിരപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. മഴ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനിയും മഴ ഇങ്ങനെ തുടരുക തന്നെ ആണെങ്കിൽ റോഡിലൊക്കെ വെള്ളം കയറാനും പിന്നെ വെള്ളം കയറുന്ന വീടുകളൊന്നും ചുറ്റുപാട് അങ്ങനെ ഇല്ല. എല്ലാ വീടും കുറച്ച് ഹൈറ്റിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ വഴികൾ ആണ് ഇവിടെ വെള്ളത്തിലാവുന്നത് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ മരം വീണിട്ടും അല്ലാതെയൊക്കെ ഓരോ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള വെള്ളക്കെട്ടുകളുള്ള സ്ഥലത്തൊക്കെ കുട്ടികൾ പോകുന്നതൊക്കെ തടയാട്ടോ. ഇവിടെ തന്നെ കുറേ കുട്ടികൾ മീൻ പിടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്, ചൂണ്ടലൊക്കെ ആയിട്ട്. കുറച്ച് അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ ഈ വയൽ. തോട് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, നല്ല ഒഴുക്കുള്ള തോടാണ്. ഇത് വയലാണ്, വയൽ നിറഞ്ഞ് നിൽക്കണതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് മീനുകളുണ്ട്. കുട്ടികൾ ചൂണ്ടലായിട്ടും കുട്ടികളും വലിയവർ ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഒരുപാട് ബ്രാലും മറ്റേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് പയർ ചെടികൾ, അതുപോലെ കുറേ വാഴകളൊക്കെ വെള്ളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. ഐ ആം ഹോപ്പിംഗ് ഫോർ യുവർ സപ്പോർട്ട്സ്.